എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ടൂളിന്റെ പേരാണ് ഡ്രിൽ സ്റ്റാൻഡ്. അപ്പോൾ ഇതിന്റെ മോഡൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ബുൾ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ഡ്രില്ല് നമുക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടാം. അതിന് മുമ്പ് നിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സ്റ്റാൻഡാണ്. ഇതിന്റെ ബേസ് നമുക്ക് ഏതെങ്കിലും വർക്കിംഗ് ടേബിളിലോ ഇല്ലെങ്കിൽ ചെറിയ മരത്തിന്റെ സ്റ്റൂളിലോ ഒക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഡ്രില്ല് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തുറക്കുന്ന ജോലികളൊക്കെ ചരിഞ്ഞു പോകാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ ബിറ്റൊക്കെ പൊട്ടി പോകാറുണ്ട്. അതിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു ടൂളാണ്. 3 തരത്തിലുള്ള ഡ്രില്ലുകൾ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വേറെ മോട്ടോർ വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കയ്യിലിരിക്കുന്ന ഏത് ഡ്രില്ലാണെങ്കിലും ഇതിൽ സൂട്ടാകുന്നു. പണിക്കൊണ്ട് നടക്കുന്ന ഡ്രില്ലുകൾ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം. 3 തരത്തിലുള്ള ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ഡ്രില്ലുണ്ട്, കറണ്ടിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. അത് ഡയറക്റ്റ് നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. ഇതിലോട്ട് ഹൗസിംഗ് ഉണ്ട്. ഹൗസിങ്ങിൽ വെച്ചിട്ട് ലെവൽ ചെയ്തിട്ട് അത് ടൈറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ലിവർ വെച്ചിട്ട് താഴത്തോട്ട് മുകളിലോട്ട് ആക്കാം. പിന്നെ ഇത് എല്ലാ സാധനങ്ങളും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് A to Z പീസുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ഡ്രില്ലിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. ഇതിൻ്റെ ഒപ്പം ഒരു ബ്രോഷറുണ്ട്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1800 രൂപയാണ്. അപ്പോൾ ഇത് കടകളിലൊന്നും കിട്ടാത്തത് കൊണ്ട്, അതായത് നമ്മളൊരു സുഹൃത്ത് ഇത് എടുത്തിട്ടാണ് നമ്മൾക്കിത് തന്നിട്ടുള്ളത്. നമ്മളുടെ ചാനലിൽ ഇത് പരിചയപ്പെടുത്താനാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എടുത്തിട്ട് നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എടുത്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതിൽ MRP 1800 രൂപയാണെങ്കിലും അതിൽ നിന്നും ഒരു 50 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട്, കാരണം ഇത്രയും വലിയൊരു സംവിധാനം നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഒരു 15,000 രൂപയോളം മുടക്കുമുതൽ വരും. കാരണം അതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി സ്റ്റാൻഡാണ് കിട്ടുന്നത്. ഒരു മീഡിയം ചെറുതാണെങ്കിലും അതിന് വെയിറ്റ് കൂടുതലാണ്. അതേപോലെ അതിൽ ഒരു മോട്ടോർ വരുന്നുണ്ട്. അപ്പോൾ മോട്ടോറിന് തന്നെ നല്ലൊരു വില വരും. മോട്ടോറൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയായി. ഒരു 7,000 രൂപയോളം മോട്ടോറിന് വരും. യൂണിറ്റിന് ഏകദേശം ഒരു 10,000 അടുത്ത് വരും. പിന്നെ അതിന് ഒരു കൺട്രോൾ സ്വിച്ച് വേണം. ലെഫ്റ്റ് റൈറ്റ് ഓഫ് എന്നുള്ള ഒരു കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് ഒഴിവാകുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഈ ബ്രോഷറിൽ എന്താണെന്ന് നോക്കാം. ബ്രോഷറിൽ ഇതിൻ്റെ ഒരു ചെറിയ കൊടുത്തിട്ട് പേര് എഴുതിയിട്ടുണ്ട് ഡ്രിൽ സ്റ്റാൻഡ് കാസ്റ്റ് ബേസ്. കാസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയത് തന്നെ കാസ്റ്റ് അയൺ പോലെയുള്ള. ഇത് ഫിറ്റ് ചെയ്യേണ്ട കുറച്ച് പിക്ചറുകൾ മാത്രമാണ് ഇതിൽ തന്നിട്ടുള്ളത്. കാരണം ഇത് ഓരോരോ പീസുകളായിട്ടാണ് തന്നിരിക്കുന്നത്. അത് നമ്മളെല്ലാം ഇതിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഈ പിക്ചറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ ഈ ജോലിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ പല സെക്ഷനുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് സുരക്ഷാ കാര്യങ്ങളുണ്ട്. ഇവിടെ സ്പാനർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് തന്നെ ഒരു ഹെലൻ കീ ആണ് ആവശ്യം. ആ ഹെലൻ കീ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് നേരിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രിൽ സ്റ്റാൻഡ്. ഇതാണ് ഇതിൻ്റെ ബേസ്. ഈ ബേസിൽ 2 സ്ഥലത്തായിട്ട് ഹോളുണ്ട്. ഇവിടെ വർക്കിംഗ് ടേബിളിൽ നെട്ടും ബോൾട്ടും ഇട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഡ്രിൽ സ്റ്റാൻഡ് നേരെ സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ ബിറ്റ് ഈ ഹോളിൽ കൂടി താഴത്തോട്ട് പോകുന്നു. അപ്പോൾ താഴത്തെ ബേസ് ഒരു മരത്തിൻ്റെ വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമുക്കിതിൻ്റെ ആംഗിൾ അങ്ങോട്ട് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ അതിന് 4 കോർണറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രിൽ ബിറ്റ് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. കാരണം ഇത് ഏത് വശത്തോട്ട് വേണമെങ്കിലും പൊസിഷൻ ചെയ്യും. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡ് ഇത് നമ്മൾ ബേസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഡ്രിൽ സ്റ്റാൻഡ്. ഈ ഡ്രിൽ സ്റ്റാൻഡ് നമുക്ക് മാക്സിമം കൊണ്ടുപോകാവുന്ന അത്രയും കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം നമുക്ക് ഇവിടെ ഹെലൻ കീ ഉപയോഗിച്ച് താഴ്ത്താം. അതേപോലെ ഇവിടെ ഒരു സ്റ്റോപ്പറുണ്ട്. സ്റ്റോപ്പർ താഴ്ത്താം. അപ്പോൾ ഇത് താഴ്ത്തോട്ടോ മുകളിലോട്ടോ എന്തോരം വേണമെങ്കിൽ വെക്കാം. വലിയ ഡ്രില്ലാണെങ്കിൽ ഈ ഹൈഡ്രോളിക് യൂണിറ്റ് നേരെ മുകളിലോട്ട് വെക്കാം. അപ്പോൾ ഇത് ഹൈഡ്രോളിക് അല്ല, ജസ്റ്റ് ഒരു സ്പ്രിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ ഒരു പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ഡ്രിൽ സ്റ്റാൻഡ്. പിന്നെ ഇവിടെ ഒരു സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കെയില് ഒരു സ്റ്റോപ്പർ, കാരണം ബിറ്റ് എന്തോരം ഇറങ്ങണമെന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റോപ്പറാണ്. ആ ബിറ്റിൻ്റെ എന്തോരം താഴത്തോട്ട് പോകണമെന്നുള്ളത് നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട്
ഇതിൽ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഹൗസിങ് ഡ്രില്ല്. ഈ ഒരു ഹൗസിങ്ങിലോട്ട് വെച്ചിട്ട് ഈ കാണുന്ന ഹെലൻ കീ നമുക്ക് അഴിച്ചിട്ട് ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് നമുക്ക് ഡ്രില്ല് ഇതിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ ഈ സ്റ്റോപ്പറും എല്ലാം ഒറ്റ ഹെലൻ കീ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആകെ ഇതിൻ്റെ ഒപ്പം തന്നിരിക്കുന്നത് ഈ ഒരു ഹെലൻ കീ ആണ്. ഈ എല്ലാ നെട്ടിനും അവർ ഈ ഒരു ഹെലൻ കീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റാൻഡും ഇതേപോലെ ഹെലൻ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഈ സ്റ്റാൻഡ് നമുക്ക് ഉയർത്തിയ താഴ്ത്തേ ചെയ്യാം. കാരണം വെക്കുന്ന ബേസിൽ ഇതാണ് ഇത് ഈ സ്റ്റഡ് ഇതിലിറങ്ങിയിരിക്കുന്നത്. സ്റ്റഡ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ടേബിളിന്റെ താഴത്തോട്ട് വിടണമെങ്കിൽ വിടാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കി അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ഇതിൽ കൂടി ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇത് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇനി ഇതിലൊരു ഡ്രില്ല് ജസ്റ്റ് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹൗസിങ്ങിൽ ഇടാവുന്ന ഒരു റിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിങ് നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ ഇട്ടിട്ട് ഡ്രില്ലിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂടുതലാണെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 3 ടൈപ്പ് ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏറ്റവും ചെറിയ ഡ്രില്ല്, അതിൻ്റെ ഒരു മീഡിയം ഡ്രില്ല്, പിന്നെ നമ്മളൊക്കെ വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഹെവി ഹാമറിങ് ഡ്രില്ല് വരെ ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ ഡ്രില്ലാണ്. അപ്പോൾ ചെറിയ ഡ്രില്ലിൻ്റെ ഈ ഹൗസിംഗ് ആണ് ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് ഹോൾ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ സ്പീഡ് ഇതിൽ കൺട്രോൾ ചെയ്യാം. അതിനുശേഷം ഈ ലിവർ താഴത്തെ പൊക്കെ ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇതിൻ്റെ ബേസ് നന്നായിട്ട് ടേബിളിലോ സ്റ്റൂളിലോ എവിടെയെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറപ്പിക്കുക. വർക്കിംഗ് ടേബിൾ ആണെങ്കിൽ ഒരു കാരണവശാലും അത് അനങ്ങുന്നതല്ല. പിന്നെ ഈ ഡ്രില്ല് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു യൂണിറ്റ് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഹൗസിങ് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാവുന്നതാണ്. വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് പുറത്ത് വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടാണ് ഒരു സ്റ്റാൻഡ് അന്വേഷിച്ച് നടന്നതാണ്. അപ്പോഴാണ് നമ്മളെ ഒരു പരിചയക്കാരനാണ്, അയാൾ വഴിയാണ് വേറൊരാൾ നമുക്കിത് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കടകളിലൊന്നും എത്തിയിട്ടില്ലെന്ന് പറയുന്നത്. സാധാരണ ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റം ഈ മെഷീനറീസ് ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് വരേണ്ടതാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ എത്തുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.